ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഒരു ചോക്ലേറ്റ്. അതിന് 2 ടേബിൾ സ്പൂൺ ഓയിൽ നമ്മൾ യൂസ് ചെയ്തത്. ഏത് റിഫൈൻഡ് ഓയിലായാലും കുഴപ്പമില്ല. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്, 4 ടേബിൾ സ്പൂൺ ഷുഗർ നന്നായി പൊടിച്ചത്, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഒരു ഹാൻഡ് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട്. വീഡിയോ പോകുന്നതും ക്ലിയറായി വരും. അങ്ങനെ അറ്റ്ലീസ്റ്റ് ഈ ഒരു പരുവത്തിലേക്കാവുമ്പോൾ പിന്നെ അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദ 3/4 കപ്പ്, 3/4 കപ്പ് അരിപ്പയും വെച്ചിട്ട് അതിന് മുകളിൽ പിന്നെ ചോക്ലേറ്റ് പൊടി ഇതേപോലെ 2 ടേബിൾ സ്പൂൺ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആകുമ്പോൾ നമ്മൾ അരിപ്പിലേക്ക് അരിച്ചിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിലെ കട്ടകളൊക്കെ ഉടഞ്ഞ് നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇത് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്തത്. പിന്നെ ഒരു പിഞ്ച് ഓഫ് സോൾട്ടും കൂടെ. പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങനെ കുറച്ചായി ആഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഇതിലേക്ക് മിൽക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് ആഡ് ചെയ്യുക. അതിൻ്റെ ആഡ് ചെയ്യുന്നത് ഷോർട്ട് എൻ്റെ അടുത്ത് നിന്ന് മിസ്സായതാണ്. പിന്നെ ട്രേ ഇതേപോലെ ഓയിൽ തേച്ച് മൈദയും ജസ്റ്റ് കോട്ട് ചെയ്ത് സെറ്റാക്കി എന്നിട്ട് ഒഴിച്ചു. 180 ഡിഗ്രിയിൽ 20 to 25 മിനിറ്റ്സ് ഓരോ മൈക്രോവേവിനനുസരിച്ചും ഡിഫറൻസ് സംഭവിക്കുക. അങ്ങനെ പ്രീ ഹീറ്റ് 10 മിനിറ്റ്സ് ചെയ്തിട്ട് പിന്നെ 180 ഡിഗ്രിയിൽ തന്നെ 20 to 25 മിനിറ്റ്സ് കേക്ക് ബേക്ക് ചെയ്തു. ഒരു ലെയർ കേക്കിന് സർക്കിൾ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് ഒരു ബെൻറ്റോ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 ലെയർ വെച്ചു. അതിൻ്റെ ഷുഗർ സിറപ്പ് മൊത്തം അതിലേക്ക് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ക്രീം ഒഴിച്ചു. പിന്നെ സെക്കൻഡ് ലെയർ വെച്ചു. പിന്നെ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നു. ടിഫിൻ ഷേപ്പിൽ ഇത്തിരി ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് ചെറിയ കേക്ക്. നമ്മൾക്ക് വേണമെങ്കിൽ ബെൻഡോൻ്റെ ട്രേ വാങ്ങിച്ചിട്ട് അതിലേൽ ഒരു കേക്ക് കപ്പ് കേക്ക് പോലെ മൊത്തം സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ലെയറായി കട്ട് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഒരു ലെയർ കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും ഓരോ ലെയർ മാത്രം പാകത്തിന് നമ്മൾ ഓരോ സർക്കിൾ കട്ടർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെയറാക്കാൻ ഇനി ഓരോന്നും ലെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കേക്ക് വെച്ചു, അതിലേക്ക് ക്രീം വെച്ചു, അടുത്ത ലെയറും വെച്ചു, അതിനെയും ക്രീം തേച്ചു. ഇതെൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ കേക്കാണ്. ഫസ്റ്റ് ടൈം വീഡിയോ എടുക്കുന്നത് കൊണ്ട് അതിൻ്റേതായ പോരായ്മകളും എല്ലാം ഉണ്ടാവും. പോകെ നമുക്ക് എല്ലാ ഭാഗവും ക്ലിയർ ആകും. വീഡിയോൻ്റെ ക്ലാരിറ്റി ആയാലും അതേപോലെ ക്യാമറൻ്റെ പൊസിഷനും മെത്തേഡൊക്കെ നമുക്ക് മാറ്റി പിടിക്കണം.
അങ്ങനെ 4 ലെയറും വെച്ച് കഴിഞ്ഞ് ഇനി കേക്കിന് കം കോട്ട് ചെയ്യണം. ജസ്റ്റ് സിമ്പിൾ കം കോട്ട് ചെയ്യുന്നുള്ളൂ.